സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ശതാധിപന്റെ ഭൃത്യന്റെ സൗഖ്യം. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവന്റെ അടുക്കൽ വന്ന് യാചിച്ചു, കർത്താവേ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനമായി വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അവരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ളൊരു വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗത്തിൽ വിരുന്നിനിരിക്കും. രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. യേശു ശതാധിപനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്തു തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. ഏറ്റവും സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷത്തില് 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ് വായിച്ചു കേട്ടത്. ഫെബ്രുവരി മാസം 16-ാം തീയതി ഞായറാഴ്ച സീറോ മലബാർ സഭയിലുള്ള പള്ളികളിൽ വായിക്കുന്ന സുവിശേഷ ഭാഗമാണ്. പ്രഘോഷണത്തിന് ഞാൻ അടിസ്ഥാനമായി എടുത്തിരിക്കുന്നത് ദ ന്യൂ ജെറോം ബിബ്ലിക്കൽ കമന്ററിയാണ്. ഇത് മറ്റു വൈദികർക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകും. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വൈദികർക്ക്, ആത്മായ പ്രേക്ഷിതർക്ക്, വചന പ്രഘോഷകർക്ക്, സിസ്റ്റേഴ്സിന് അയച്ചു കൊടുക്കണം. ദൈവത്തിന്റെ വചനം സമൃദ്ധമായി അവരിൽ വിളയട്ടെ. ഈ വചന പ്രഘോഷണത്തില് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ സുവിശേഷ ഭാഗത്ത് 3 വ്യക്തികളെ കാണാനായിട്ട് കഴിയും. ശതാധിപൻ, ഭൃത്യൻ, തളർവാദ രോഗി. ഇതില് ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പട്ടാളക്കാരുള്ള ആളാണ്. അദ്ദേഹം ദൈവവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്, യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ശതാധിപൻ എന്ന് പറഞ്ഞാല് ഒരു യഹൂദ മതത്തിൽപ്പെട്ട തോറ പൂർണ്ണമായിട്ട് അനുസരിക്കുന്ന വ്യക്തിയാണ്. ആ തോറയിലേക്ക് കടന്നു വന്ന യേശുവിനെയാണ് നമ്മൾ കാണുക. ആ യേശു ചെയ്യുന്ന രണ്ടാമത്തെ അത്ഭുതമാണ് രോഗസൗഖ്യമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തില് 5 മുതൽ 13 വരെയുള്ള വചനങ്ങള്. ആദ്യ രോഗസൗഖ്യം എന്ന് പറയുന്നത് 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങളില് കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്നതാണ്. കുഷ്ഠരോഗി യേശുവിന്റെ അരികിലേക്ക് വരികയാണ്. കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു അരുളി ചെയ്യുന്നു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ചു. മത്തായിയുടെ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിന് മുമ്പ് നമ്മൾ കാണുന്നത് യേശുവിന്റെ വചനങ്ങളാണ്, ലോഗോസാണ്, ദാബാറാണ്. എന്നാൽ ഇവിടെ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ
രോഗസൗഖ്യങ്ങള്, രോഗശാന്തികളാണ് കാണുക. ഇവിടെ ഭൃത്യൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മത്തായി ശ്ലീഹ ഈ സുവിശേഷം എഴുതുമ്പോൾ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന വാക്ക് പൈസ്, ഗ്രീക്ക് വാക്കാണത്. ഈ വാക്കിന്റെ അർത്ഥം പൈതൽ എന്നാണ്, സൺ എന്നാണ്. എങ്ങനെയോ ഈ വാക്കിനെ ഭൃത്യൻ എന്നാക്കി മാറ്റിയിരിക്കുകയാണ്. തന്റെ മകന്റെ സൗഖ്യത്തിന് വേണ്ടി യേശുവിന്റെ അരികിലേക്ക് ഈ ശതാധിപൻ കടന്നു വരികയാണ്. ഈ ശതാധിപന്റെ പേരൊന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. പേര് വെളിപ്പെടുത്താത്ത ഒരു ഭൃത്യനും അദ്ദേഹത്തിന്റെ മകൻ അല്ലെങ്കിൽ ഭൃത്യനുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങള്. യേശു കഫർനാമിലേക്ക് വന്നു എന്നുള്ളതാണ് ആദ്യത്തെ വാക്ക്. ഈ സുവിശേഷ ഭാഗത്ത് 5 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ജോലിക്കാരുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാകുന്ന ശതാധിപൻ അല്ലെങ്കിൽ മകന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാകുന്ന ശതാധിപൻ. 2, യേശുവിന്റെ യേശുവിലുള്ള ശക്തമായ ദൃഢമായ വിശ്വാസമുള്ള ശതാധിപൻ. 3, ഇതുപോലുള്ളൊരു വിശ്വാസം ഇസ്രായേൽ സമൂഹത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ആ വിശ്വാസത്തെ വിശേഷിപ്പിക്കുന്നത് ഇതുപോലുള്ള ഒരു വിശ്വാസം, തന്റെ അരികിൽ വന്നാൽ സുഖപ്പെടുമെന്നുള്ള വിശ്വാസം. 4, രാജ്യത്തിന്റെ മക്കൾ പുറന്തള്ളപ്പെടും. 5, നീ പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. 6, അകലത്തിലുള്ള ഒരു സൗഖ്യമാണ് കാണുന്നത്. ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്ത്, മത്തായിയുടെ സുവിശേഷം, യേശു കഫർനാമിലേക്ക് വന്നു. ഈ കബറെത്താനായിട്ട്, ധ്യാനം നടത്താനായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിക്കുമ്പോൾ ദൈവം ഇടപെട്ട അവസരങ്ങളുണ്ട്. ഒരു പ്രസിദ്ധനായ വൈദികൻ, ധാരാളം പാട്ടുകൾ ചെയ്യുന്ന ഒരു വൈദികൻ, ആ വൈദികനെ ക്യാൻസർ ബാധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുറിയിൽ ഒരു കൊച്ചച്ഛൻ എന്ന നിലയിൽ ചെന്ന് പ്രാർത്ഥിച്ചു, എന്റെ ചെറിയ വിശ്വാസം കൊണ്ട്. അദ്ദേഹം ഇന്നും പറയുന്നുണ്ട്, സന്യാസന്റെ പ്രാർത്ഥനയും മറ്റുള്ളവരുടെ പ്രാർത്ഥനയും കൊണ്ടാണ് ഞാൻ ഇന്ന് തമ്പുരാന്റെ മുമ്പിൽ 1000 ഗീതങ്ങൾ ചെയ്യുന്നത് എന്ന്. ഞാൻ എഴുതി കൊടുത്ത ഒരു പാട്ടുണ്ട്, സൽപിതാവാം ദൈവമേ അങ്ങേക്കെന്നും സ്തുതിയും ആരാധനയും, എന്നും സ്തുതിയും ആരാധനയും. മനോഹരമായ ഈ പാട്ട് ആ വൈദികൻ തന്നെയാണ് പാടിത്തന്നത്. ദൈവത്തിന്റെ ഇടപെടലുകൾ പല വഴികളിലാണ്. ആ വഴികൾ തെരഞ്ഞെടുക്കാനും സ്വീകരിക്കാനും ഉള്ള വലിയൊരു കർത്തവ്യമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. 4, രാജ്യത്തിന്റെ മക്കൾ പുറന്തള്ളപ്പെടും. എന്താണ് ഈ രാജ്യത്തിന്റെ മക്കള്? ഇസ്രായേൽക്കാരാണ്, ഫരിസേയരാണ്, നിയമജ്ഞരാണ്. അവർ നിയമം നോക്കി ജീവിക്കുന്നവരാ. ഫരിസേയര് പഞ്ചഗ്രന്ഥികൾ നോക്കി നടക്കുന്നവരാണ്, തോറ നോക്കി നടക്കുന്നവരാണ്. അവർ നിയമം നോക്കി നടക്കുകയാണ്. നമുക്ക് യേശുവിനെ നോക്കി നടക്കാം. യേശുവിനെ നോക്കി നടക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ പുറന്തള്ളപ്പെടുകയില്ല. തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് വരും, കർത്താവ് ക്ഷമിക്കും. കർത്താവ് നമ്മുടെ രാജ്യത്തിലേക്ക് നമ്മെ കൂട്ടിയോജിപ്പിക്കും. പുറന്തള്ളപ്പെടാതിരിക്കാനായിട്ടുള്ള വലിയ വിളിയാണ് നമ്മുടേത്. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെടാതിരിക്കാൻ, നമ്മുടെ ജീവിത ശൈലിയിൽ നിന്ന് പുറന്തള്ളപ്പെടാതിരിക്കാൻ, പാപത്തിന്റെ വഴികള് ഉപേക്ഷിച്ച് കർത്താവിലേക്ക് തിരിയുവാൻ. അതാണല്ലോ മർക്കോസിന്റെ സുവിശേഷം 1:14-15 പറയുന്നത്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്, റിപ്പന്റ് ആൻഡ് ബിലീവ്. അതിനാണ് യേശു വന്നത്, അനുദപിച്ച് മുമ്പോട്ട് ചെല്ലുവാനായിട്ട്. ലാറ്റിൻ കുർബാനയിൽ
കുർബാനയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്നൊക്കെ ചൊല്ലിയതിനു ശേഷം ഒരു പ്രാർത്ഥന വൈദികൻ ചൊല്ലുന്നുണ്ട്. പരിശുദ്ധ കുർബാന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് മുറിച്ച ഒരു ചെറിയ കഷ്ണം തിരുരക്തത്തിലേക്ക് ഇട്ടതിനു ശേഷം പ്രാർത്ഥിക്കുകയാണ്. This is the Lamb of God who takes away the sins of the world. Happy are those who are called to his supper. കർത്താവിന്റെ ആ സപ്പറിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ അവസരത്തിൽ ജനങ്ങൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. Lord, I am not worthy to receive, but you say a word, I will be healed. ലാറ്റിൻ കുർബാന ചെല്ലുന്ന എല്ലാ വൈദികരും ജനങ്ങളും ചേർന്ന് ചെല്ലുന്ന പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥന വന്നിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തില് 5 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ വരുന്നതാണ്. Lord, I am not worthy to receive, but you say a word, I will be healed. കർത്താവേ, അങ്ങ് എൻ്റെ വീട്ടിൽ എഴുന്നള്ളുവാൻ വേണ്ട യോഗ്യത എനിക്കില്ല. അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. 5-ാമത്, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. നീ എൻ്റെ അടുക്കൽ നിൽക്കണ്ട, നീ പൊയ്ക്കോ, നീ എന്ത് വിശ്വസിച്ചോ അത് സംഭവിക്കും. അതായത് യേശു കഫർനാമിൽ നിൽക്കുമ്പോൾ അകലത്തിലുള്ള ഒരു സൗഖ്യം. ഇവിടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന വ്യക്തി സുഖം പ്രാപിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ആന്ധ്രാപ്രദേശില് മെത്രാന്മാർക്കും 46 വൈദികർക്കും ധ്യാനം നടത്താനായിട്ട് പോയി. അവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയില് ജോസ് എന്ന് പറയുന്ന ഒരു വൈദികൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അച്ഛാ, എൻ്റെ സഹോദരി ഇംഗ്ലണ്ടിലാണ്, അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ അച്ഛനോട് പറഞ്ഞ കാര്യം, അച്ഛൻ തനിച്ച് ദിവ്യബലി അർപ്പിച്ചിട്ട് ആ ദിവ്യബലിയിൽ വായിക്കേണ്ട വചനം അച്ഛൻ വായിച്ചിട്ട് അതിനകത്ത് 3 പ്രാർത്ഥനയുണ്ട്. ഒന്ന്, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. 2-ാമത്തെ അവളുടെ പ്രാർത്ഥന, കർത്താവേ സഹായിക്കണമേ, ലോർഡ് ഹെൽപ്പ് മീ. 3-ാമത്തെ അവളുടെ ഒരു പ്രാർത്ഥനയുണ്ട്, മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണം തിന്ന് നായ്ക്കൾ പോലും ജീവിക്കുന്നല്ലോ. അച്ഛൻ ഈ 2-ാമത്തെ പ്രാർത്ഥനയുണ്ടല്ലോ, കർത്താവെ സഹായിക്കണമേ. 250 പ്രാവശ്യം അച്ഛൻ കുർബാന കഴിഞ്ഞ് ജപമാല പിടിച്ചിട്ട് 250 പ്രാവശ്യം ഇത് ചൊല്ലിയാല് കർത്താവെ സഹായിക്കണമേ, അതിന്റെ മുഴുവൻ അർത്ഥം ഉൾക്കൊണ്ട് ചൊല്ലിയാല് അച്ഛന്റെ സഹോദരിയുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി വരികയില്ല. അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടും. പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ആ സഹോദരിയുടെ ഓപ്പറേഷന്റെ സമയമായി. ഡോക്ടേഴ്സ് വീണ്ടും പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു രോഗമില്ല. അതാണ് വചനത്തിലുള്ള വിശ്വാസം. കർത്താവെ സഹായിക്കണമേ. ഏതു കാര്യത്തിലാണ് കർത്താവെ സഹായിക്കേണ്ടത്? ശതാധിപനെ സംബന്ധിച്ച് തന്റെ ഭൃത്യന്റെ സൗഖ്യത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ സ്വന്തം മകന് വേണ്ടിയാണ്, പയ്യന് വേണ്ടിയാണ്. അപ്പൊ കർത്താവ് സഹായിക്കേണ്ട മേഖലകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് ശതാധിപൻ ചെന്നു. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എന്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ആ മനുഷ്യൻ, ആ ശതാധിപൻ യേശുവിന്റെ അടുക്കിലേക്ക് ചെന്നു. എന്റെ ഭൃത്യൻ രോഗം ബാധിച്ചു കിടക്കുന്നു, അങ്ങൊരു വാക്കരുളി ചെയ്താൽ മതി, എന്റെ ഭൃത്യൻ സുഖപ്പെടും. ഇതുപോലുള്ളൊരു വിശ്വാസം, ഈ കട്ടിപിടിച്ച വിശ്വാസം, അതാണ് യേശു പറയും, നീ പൊയ്ക്കൊള്ളുക, നിന്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. അവന്റെ ഈ നടപ്പില്, യേശുവിന്റെ വചനം ഹൃദയത്തിൽ പേറിക്കൊണ്ടുള്ള ആ നടപ്പില്, വചനം ചൊല്ലിക്കൊണ്ടുള്ള ആ നടപ്പില്
ആ ഭൃത്യൻ സുഖപ്പെടുകയാണ്. 6 അകലത്തിലുള്ള സൗഖ്യം. ഇത് കഫർനാമിലാണ്. ഈ സൗഖ്യം നടക്കുന്നത് ശതാധിപന്റെ ഭവനത്തിലാണ്. ഞാൻ കൊല്ലത്ത് കരുനാഗപ്പള്ളിയില് വർഗീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ ധ്യാനത്തിന് വിളിച്ചു. 5 ദിവസത്തെ ധ്യാനമാണ്. ധ്യാനം കഴിഞ്ഞപ്പോൾ 2-3 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് ചെന്നു. അന്ന് ഈ സുവിശേഷ ഭാഗമാണ് ഞാൻ വായിച്ചത്. ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5-13 വരെയുള്ള വചനങ്ങൾ നീ എന്നും വായിക്കണം. എന്നും വായിക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ സാവധാനം എഴുന്നേറ്റു. തളർന്നു കിടക്കുന്ന ആ മകനെ ഉയർപ്പിച്ചതാരാ? കരുനാഗപ്പള്ളിയില് വടക്കൻതല എന്ന് പറയുന്ന പ്രദേശത്ത് ഈ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചതാരാ? കർത്താവിന്റെ വചനമാണ്. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗികളെ സൗഖ്യപ്പെടുത്തുമെന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. അതിനോട് ചേർത്ത് പറയുക, നിങ്ങളിൽ ശ്രേഷ്ഠനായവൻ ചെന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ശ്രേഷ്ഠത വരുന്നത് കൈവപ്പ് ശുശ്രൂഷയിലൂടെയാണ്. പൗരോഹിത്യത്തിന്റെ പൂർണ്ണതയാണ് മെത്രാൻ. എന്റെ അനുജൻ ഒരു മെത്രാൻ പിതാവാണ്, ഇറ്റാനഗർ രൂപതയുടെ ബെന്നി വർഗീസ്. വൈദികർക്ക് അത്രയും പൂർണ്ണതയില്ല പൗരോഹിത്യത്തിന്റെ പൂർണ്ണത. പരിശുദ്ധ പിതാവാണ് ഏറ്റവും കൂടുതൽ പൂർണ്ണതയുള്ളത്. ആത്മാവിന്റെ അഭിഷേകം നിറഞ്ഞത് പരിശുദ്ധ പിതാവാണ്. അപ്പോൾ അകലങ്ങളിൽ നടക്കും രോഗസൗഖ്യം. പിന്നീട് കരുനാഗപ്പള്ളിയിലുള്ള ആ സഹോദരൻ പൂർണ്ണമായിട്ട് വചനത്തിൽ വിശ്വസിച്ചു, വചനത്തിലേക്ക് കടന്നു, വചനം വായിക്കാൻ തുടങ്ങി, പൂർണ്ണമായി സൗഖ്യപ്പെടുകയാണ്. ദൈവത്തിന്റെ ഇടപെടല് എന്നില് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണമെങ്കിൽ ആ ശതാധിപനെ പോലെ പൊളൈറ്റ്നസ്, എളിമ, തമ്പുരാന്റെ മുമ്പിലേക്ക് ചെല്ലാനുള്ള ആ ആത്മധൈര്യം, തമ്പുരാന്റെ മുമ്പിൽ, യേശുവിന്റെ മുമ്പിൽ ചെന്ന് അപേക്ഷ സമർപ്പിക്കുക. ദൈവം ഇടപെടും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ഞായറാഴ്ച വായിക്കുന്ന ശതാധിപന്റെ ഭൃത്യന്റെ സൗഖ്യം, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള ആ വചനങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വിജാതിയർക്ക് വേണ്ടിയുള്ള ഈ സുവിശേഷം എഴുതുന്നതിനെ സഹായിച്ചത് കൊല്ലെ ഉറവിടം എന്ന് പറയുന്ന ഒരു സോഴ്സ് ഉണ്ടായിരുന്നല്ലോ. മർക്കോസിന്റെ സുവിശേഷം ഉണ്ടായിരുന്നല്ലോ. അവിടെ നിന്നും സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മത്തായി ശ്ലീഹ സുവിശേഷം എഴുതി. ആ വചനം എന്നും വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും ഈ എളിയ മനസ്സുകളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ദേവാലയങ്ങളിൽ വരാൻ കഴിയാത്ത തളർന്നു കിടക്കുന്നവരെയും രോഗികളെയും ശക്തമായ വേദനകളുള്ളവരെയും സമർപ്പിക്കുന്നു. കർത്താവെ, അരുളി ചെയ്ത ഒരു വാക്ക് മാത്രം ഉച്ചരിച്ചാൽ മതി, എന്റെ ഭൃത്യൻ സുഖപ്പെടും. ആ വചനത്തിലേക്ക് ഈ വചന പ്രഘോഷണം കേട്ട എല്ലാവരെയും സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. സ്നേഹമുള്ളവരെ, എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. ഈ വചനഭാഗം നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവവചനം വളർത്തുന്നവരാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ശക്തമായി ഇടപെടും. ഒന്നിനെക്കുറിച്ചും അകലരാകേണ്ട. വചനത്തെ മാത്രം ആശ്രയിക്കുക, പരിശുദ്ധ കുർബാനയെ ആശ്രയിക്കുക, സഭാധികാരികളുടെ പ്രബോധനങ്ങൾ മനസ്സിലാക്കുക. ദൈവം ഇടപെടും. അതിനുവേണ്ടി അനുഗ്രഹം ശതാധിപനെ സുഖപ്പെടുത്തിയ യേശു നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.